MRC ഡൈനോ ഇവിടെ ഓടുന്നുണ്ട്. ഡൈനോയ്ക്ക് ഡൈനോക്ക് അടി കിട്ടി. ഡൈനോ അവിടെ കിടന്നു. സാമ്യ ശരണയ്യപ്പ ഫുൾ സെറ്റ് ആണെന്ന് പറയുന്നുണ്ട്. ശരി എന്നാ ഇവന്റെ ആകെ ഉള്ള ഒരൊറ്റ ജ്യൂസാണ്. ആ ജ്യൂസ് അടിക്കുന്നുണ്ട്. യെസ്, നമ്മുടെ ബക്കയിലെ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു. ഒരാളെ നോക്കട്ടാക്കി. രണ്ടാമത്തെ ആൾ വരുന്നുണ്ട്. വീണ്ടും വരുന്നുണ്ട്. ബക്ക ബക്കനെ നോക്കട്ടാക്കി. MRC ഡൈനോന്റെ കിടിലം കളി മോനെ. രണ്ടുപേരെ അവിടെ നോക്കട്ടാക്കിയിട്ടുണ്ട്. ബാക്കി രണ്ടുപേർ ഇപ്പൊ വരുന്നതായിരിക്കും. എന്തായാലും ഡ്രോൺസർ ബക്കനെ ഫിനിഷ് ചെയ്തു. ഡ്രാക്കുള ബക്കനെ അവിടെ വേറൊരാൾ നോക്കട്ടാക്കി. ഏട്ടാ മോനെ, 3 പേര് ഇവിടെ നോക്കട്ടാക്കി. ഇനി നിഞ്ച ബക്ക മാത്രമേ ഉള്ളൂ. നിഞ്ച ബക്കട്ട് അടി കിട്ടുന്നു. നിഞ്ച ബക്ക തീരുന്നു. അങ്ങനെ MRC ടീം അവിടെ ബക്കനെ ആദ്യം തന്നെ ടാറ്റ ബൈ ബൈ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ബക്ക ഇനി കാര്യം അവർ അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ MRC ടീമിന്റെ ഒരു വണ്ടിയാണ് G10. നോക്കാം. G10 കേട്ടു. MRC ക്രൗഡിനെ നോക്കട്ടെ. G10ന്റെ അടുത്തേക്കാണ് ഇവര് വന്നത് കേട്ടോ. നമ്മൾ അറിഞ്ഞില്ല കേട്ടോ. MRC ദാസനെ നോക്കട്ടെ. G10 റെക്സ് വെച്ച് എംജാതി കളി മോനെ. ഈ ഉസിയുള്ള എല്ലാരും കിടിലം കളിയാന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് ഉസി എടുത്തിട്ടുള്ളവരൊക്കെ മ്യാരകമാകാൻ സാധ്യതയുണ്ട്. അതാ കറങ്ങി വന്നു. ഇവിടെ ഉള്ള ആളുള്ള കാര്യം കണ്ടില്ല മോനെ. കണ്ടില്ല. MRC ടീമിന്റെ ടോണി അല്ല ഡൈനോ അവിടെ ഉണ്ടായിരുന്നു. ഡൈനോ അവനെ കൊന്നു. എന്തായാലും അവൻ ഒറ്റയ്ക്കുള്ളായിരുന്നടാ ഇവിടെ. മോനെ G10 ടീം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വണ്ടി എടുത്തിട്ട് പുഷ് ചെയ്യുന്നുണ്ട്. എന്റെ പിള്ളേരെ തുടർന്നിട്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ G10 ഷെൽബിയും G10 റാഗ്നാറും G10 റെക്കറും വന്നിട്ടുണ്ട്. അതാ വണ്ടി അടിച്ച് പൊട്ടിക്കാൻ നോക്കുന്നു. ക്രൗഡിനെയാണ് അടിക്കാൻ നോക്കുന്നത്. G10 വേഴ്സസ് MRC ആണ് കാഴ്ച ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. MRC ടീമിന്റെ 4 പേര് ഇവിടെ ഉണ്ട്. പക്ഷേ G10ലാണെങ്കിൽ 3 പേര് മാത്രമേ ഉള്ളൂ. MRC ക്രൗഡിയോട് G10 റാഗ്നാറിനെ നോക്കട്ടെ. സെൽഫിനെ നോക്കട്ടെ. G10 ഈസ് ഇൻ ട്രബിൾ. പക്ഷേ G10 വേറൊരു മുത്തുമണി ഉണ്ടായിരുന്നില്ല. അവൻ നല്ലൊരു തുടക്കമായിരുന്നു കൊടുത്തത്. പക്ഷേ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല. ഇവർ ദൂരെയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത്. ഇനി ഇവൻ മാത്രമേ ഉള്ളൂ. ക്യാൻ ഹി ഡു എ 1v4 ക്ലച്ച് ഡൈനോനെ അടിക്കാൻ നോക്കുന്നു. തിരിച്ചു പോകുന്നു. AK കയ്യിലെടുക്കുന്നു. അതുപോലെ ഇവിടെ അങ്ങ് ദൂരെ നിൽക്കുന്ന ആളെ കാണുന്നില്ല കേട്ടോ. ഇവിടുന്ന് ദാസ്താൻ വരുന്നുണ്ട്. ബാക്കിൽ നിന്നും എല്ലാവരും വരുന്നു.